കേരളം എന്ന പേര് കേട്ടും കാണുമ്പോൾ വിചാരിക്കും ഇത് അതിമനോഹരമായ കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ഈ ഗ്രൂപ്പിൽ ഒരു വിഭാഗത്തെ മാത്രം എതിർക്കാൻ നിരവധി പേരാണ്. അവരുടെ ലക്ഷ്യം സാമ്പത്തികമാണ്, അവരുടെ ലക്ഷ്യം ലൈംഗികതയാണ്, അവരുടെ ലക്ഷ്യം ലഹരിയാണ്. ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ എതിർത്തു പോകുന്ന ചില ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. കുപ്പിവള, അതുപോലെ തന്നെ ഡിങ്കൻ എന്നീ പേരിൽ അറിയപ്പെടുന്നവർ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ PA ഖാദറിനെ പോലുള്ളവർ ആ ഭാഗത്തും തന്നെ ഉണ്ട്. പ്രതിരോധിക്കാൻ, സ്നേഹത്തോടെ പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഇക്കയും ഈ വിനീതനും അതുപോലെ തന്നെ മറ്റു പലരും. പക്ഷേ എന്ത് ചെയ്യാൻ, ചെറിയ അഭിഷേകം കൊണ്ട് സലാം എന്ന് പറയുന്ന വ്യക്തി നമ്മളെയൊക്കെ അപമാനിക്കുകയാണ്. അത് ഇപ്പോൾ പറയാൻ കാരണം ഈ പ്രഭാതത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ശമനം വേണം. ഈ പ്രഭാതം മുതൽ നമുക്ക് പരിശ്രമിക്കാം ഈ തമ്മാടികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ. ശരിയാണ്. ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം തന്നെ മുസ്ലിം വിരോധമാണ്. അപ്പൊ മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളെ അഡ്മിനാക്കി ചേർന്നുണ്ട്. ഈ ലുട്ടാപ്പി എന്ന് പറഞ്ഞവന് ഒരു 10 പ്രാവശ്യം ലെഫ്റ്റായി പോയിട്ടുണ്ടാവും. അവരെ വീണ്ടും അഡ്മിനാക്കി തോന്നിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവർ ശക്തമായ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ്. അപ്പൊ മറ്റുള്ളവരും പിന്നെ ജോലി കുറച്ചുപാടെ കുറഞ്ഞു കിട്ടുമല്ലോ മറ്റേ സംഗീത തീവ്രവാദികൾക്ക്. അതുകൊണ്ട് അവർ ആഡ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കഴിവിന്റെ പരമാവധി വിമർശിക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലുട്ടാപ്പി എന്ന് പറയുന്ന ആ ചെങ്ങായി ഉണ്ടല്ലോ, ഒരു തീവ്രവാദിയാണ്, സംഘപരിവാർ തീവ്രവാദി. എനിക്ക് തോന്നുന്നു ഇന്നലെ മൊയ്തീക്ക അയാളെ പന്നിനെ പുറത്താക്കിയിരുന്നു. ഇനിയും ചിലപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് വരും. ഇനി ആ കുപ്പിയോള അവനും ഈ ലുട്ടാപ്പിന്റെ അതേ മാതൃകയുള്ള മറ്റൊരു തീവ്രവാദി. ഇവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടത്തിനും ലൈംഗിക നേട്ടത്തിനും ലഹരി ഉപയോഗിക്കാനും മാത്രം കാശുണ്ടാക്കാൻ ഇസ്ലാമിക വിരോധമാണ്. ഇവരുടെ ലക്ഷ്യം അതാണ്. പിന്നെ നമ്മളെ പൊതു ഉസ്മാൻബായ ഒരു പ്രത്യേക സ്വഭാവമാണ്. ആള് മുസ്ലിമാണെന്ന് പറയും, വിശ്വാസിയാണെന്നൊക്കെ പറയും. പാവാണ്, ആള് പാവാണ്. പക്ഷെ എന്താണ്, ആള് പിന്നെയും വന്ന് പിന്നെ അവസാനം പിന്നെ പല്ലിയെ പൂച്ച, പട്ടി, പാറ്റ, വാട്ടാവളിയെ അത് കഴിഞ്ഞാണ്ട് പിന്നെ തോറിന്റെ സംഗതി കിടക്കും. അതായത് പിന്നെ മുപ്പര് നിലപാട് അങ്ങനെയാണ്. മുപ്പർക്ക് ഇതേമാതിരി ഒരു മുസ്ലിം വിരോധം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. ലുട്ടാപ്പി ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഇതിന് ലെഫ്റ്റായി. പക്ഷെ ലുട്ടാപ്പിനെ ആരോ വീണ്ടും ഇതിൽ ആദ്യം ചെയ്യുന്നു. കാരണം വെച്ചാൽ അവൻ ഉഷാറായിട്ട് മുസ്ലിം വിരോധം നടത്തുന്നുണ്ട്. ആർക്കത് പിന്നെ ഓനെതിരെ നിലനിർത്തുന്ന താല്പര്യം നമുക്കറിയാം. നമ്മളെ കാര്യം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ ഇട്ടാലൊക്കെ ആൾക്കാർ സ്റ്റിക്കർ ഇട്ടതൊക്കെ പുറത്താക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവനങ്ങനെ ഒന്നുമില്ല, വെറും സ്റ്റിക്കർ മാത്രമേ ഇട്ടുള്ളൂ. ഓനോട് വോയിസിൽ വരാൻ പറഞ്ഞാൽ വരില്ല. എന്നാലും ഹലോ സമാധാനവും ശാന്തിയും സമൃദ്ധിയും അഭിവൃദ്ധിയും മഹേശ്വരിൽ നിന്നുണ്ടാകട്ടെ. മഹേശ്വരിൽ നിന്നുണ്ടാവുള്ളത് സലാമെന്ന് പറഞ്ഞാല് മഹേശ്വരനാണ്, സമാധാനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോ ഒരാൾ ആത്മീനാക്കി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇപ്പോ കുറെ ആൾക്കാരെ റിമൂവ് മാറ്റി, കുറെ ആൾക്കാരെ റിമൂവ് മാറ്റി. എന്നാലും അവരുടെ പ്രയത്നം ഇത് തന്നെയാണ്. വിമർശനങ്ങൾക്ക് തക്കതായ രീതിയിൽ അതിന് വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള അറിവ് വേണം. എന്ത് വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ എല്ലാത്തിനും ഉണ്ടാവും. വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള പ്രത്യശാസ്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാവുമല്ലോ. ഏത് പ്രത്യശാസ്ത്രമാണെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശനങ്ങളെ അതിജീവിക്കും. ചർച്ചകൾ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെ വിമർശനം ഉണ്ടാകും. അപ്പൊ അതിന് അതിജീവിക്കും. പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിജീവനം ഉണ്ടാകും. അപ്പൊ എന്തിനാണെങ്കിലും ഇപ്പൊ ദർശനങ്ങളാണെങ്കിലും ധർമ്മങ്ങളാണെങ്കിലും വിമർശനങ്ങളുണ്ടാകും. അതിനെ അതിജീവിക്കും. എന്നതും അതിജീവിക്കും. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ വെളിപാടിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ അതിജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എന്നെ കളിയാക്കിയെ പരിഹരിച്ചെന്ന് പറഞ്ഞിട്ട് ആരും ഇതിൽ നിന്ന് മാറി പോവുക. വെളിപാടുന്ന പ്രവാചകന്മാര്, വെളിപാടുള്ള പ്രവാചകന്മാരെ വിമർശനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ജീവഹാനി വരെ വന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ ശിരസോടുകൂടി ദേഹത്തോടുകൂടിയൊക്കെ ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തെറ്റാണ്. അങ്ങനെയുള്ള ഈ ഭൗതിക പ്രാപഞ്ചിക വ്യവസ്ഥ, മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്, മനുഷ്യന്മാരുടെ വ്യവസ്ഥ അങ്ങനെയാണ്. നന്മയെ ഉൾക്കൊള്ളാനും തിന്മയെ സ്വീകരിക്കാനും തിന്മയെ നിരാകരിക്കാനും ഒക്കെ സ്വതസിദ്ധമായ അവസ്ഥയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അപ്പോ ദൈവം തന്നെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. സൃഷ്ടാവായ കർത്താവായ ദൈവം തന്നെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണ് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ എല്ലാവരും നന്മയിൽ അധിഷ്ഠിതമായിട്ട് ജീവിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ തിന്മയെയും നന്മയെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമാണ് സൃഷ്ടിച്ചേക്കുന്നത്. നന്മയെയും സൃഷ്ടിച്ചത് ദൈവമാണ്, തിന്മയെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അത് ഒരു വിശ്വാസത്തിന്റെ ഭാവമാണ്. ഒരു വിശ്വാസിയുടെ ഭാഗമാണത്. അപ്പോ ആദ്യമായിട്ട് ദൈവവിശ്വാസമാണല്ലോ. ദൈവത്തെ അറിയുക, ദൈവത്തെ ഗ്രഹിക്കുക, ദൈവത്തെ മനസ്സിലാക്കുക. പിന്നെ മലായിക്കത്തുകൾ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ഇഷ്ടദാസന്മാര്, ആജ്ഞാനുവർത്തികള്, പിന്നെ കിതാബുകള്, ഗ്രന്ഥങ്ങള്, ദൈവത്തിന്റെ വെളിപാട് ദർശനങ്ങള്, നന്മയിൽ അധിഷ്ഠിതമായ ജീവിത രീതികളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ ഉൽപ്പത്തി മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ തന്നെ തിന്മയിലൂടെ വന്ന് പിന്നെ അത് പ്രായശ്ചിത്തത്തിലൂടെ നന്മയിലേക്കായി. പ്രായശ്ചിത്തം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും പ്രായശ്ചിത്തം ചെയ്യാനും നന്മയിൽ നിശ്ചിതമായി ആയിത്തീരാനും സലാമത്തിലേക്കാകാനും ദൈവം പടച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സംവിധാനം, ആ ഒരു സിദ്ധിയിലാണ് മനുഷ്യരുള്ളത്. അപ്പോ എല്ലാവരും നന്മയിലാകണം എന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കില്ല. അപ്പൊ ദൈവം തീരുമാനിക്കാത്ത കാര്യം നമ്മൾ തീരുമാനിച്ച് ശരിയാകുമോ? നമ്മൾ തീരുമാനിച്ച് ശരിയായില്ല. വിമർശിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇപ്പോ ഓരോന്നിന്റെയും ഉള്ളിലാണ് അതിന്റെ പൊളിക്കാനുള്ളതുമായ സംവിധാനങ്ങളുള്ളത്. ആൾക്കാരെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതിന് വേണ്ടിയുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, ഇമാമുകളാണ്. ഇതൊക്കെ ഇപ്പോ യേശു ക്രിസ്തു ഈസാ നബി എന്ന് പറയുന്നു. അദ്ദേഹം ജനിച്ച പോലെ ദിവ്യ വെളിപാടുണ്ടെന്നാണ് പറയുന്നത്. അമാനുഷികമായിട്ടുള്ള ആരാളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ അദ്ദേഹം പ്രവർത്തിച്ചാണ്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോ 300 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം ദൈവമായി തീർന്നു. അതിനു മുമ്പുള്ള ആൾക്കാരൊക്കെ മനുഷ്യന്മാരാണ് ദൈവമായി തീർന്നത്, ആരാധ്യരായി തീർന്നത്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായിട്ട് വന്നു, ദിവ്യബോധനം നടത്തി. അദ്ദേഹം തന്നെ ആരാധിക്കപ്പെടുന്നു. ഇപ്പൊ അദ്ദേഹം തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാക്കാനില്ല. അതേപോലെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് പല മഹിമകൾ പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരും ആരാധനയിലാണ്. ഓരോരോ പ്രസ്ഥാനത്തെ ആരാധിക്കുന്നു, ഓരോരോ മഹത് വ്യക്തികളാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ആരാധനയാക്കി മനസ്സിൽ കുറിച്ച് വിശിഷ്ട വിഗ്രഹങ്ങളാക്കി തീർക്കുന്നു. അപ്പൊ അത് ഈ സംവിധാനത്തിലുള്ളതാണ്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിലുള്ള വ്യവസ്ഥയിലുള്ളതാണ്. അപ്പൊ ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുക, ദൈവം മാത്രമാണ് മഹാൻ, അങ്ങനെയുള്ള ധ്യാനത്തിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും, 14 വരെ ഉണ്ടാവും. അപ്പൊ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഇത് ഉപേക്ഷിച്ച് ഈ സത്യധർമ്മം, നീതി, ന്യായ വ്യവസ്ഥയെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരെക്കാൾ ഉപദ്രവമാരാണ്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിനെ പൊളിക്കുന്നവരാണല്ലോ. ഞങ്ങൾ സലാമത്തിലാണ്, ഞങ്ങൾ സമാധാനത്തിലാണ്, ഞങ്ങൾ ശാന്തിയിലാണ്, ഞങ്ങൾ ദൈവത്തിലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ.
അവർ തന്നെ ഇത് പൊളിച്ചിരിക്കുകയാണ്. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പൊളിക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങളും വചനങ്ങളും ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അന്ത്യനാൾ വരെ ഇത് പൊളിക്കാൻ വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും പൊളിയില്ല. അന്ത്യനാൾ വരെ ഇത് ആധ്യാത്മിക മേഖലയിൽ ഗ്രഹിച്ചുകൊണ്ട് പാഠം ഉൾക്കൊള്ളുകൊണ്ട് ജീവിത വിശുദ്ധി നേടുന്ന ആൾക്കാരുണ്ടാവും. അവർ ഈ ഭൂമിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളും അതിജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഓരോരുത്തരും ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രശ്നമില്ല, പ്രയാസം ഉണ്ടാവില്ല. ഏതെല്ലാം വിമർശനങ്ങൾ വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സമാധാന ജീവിതം അനുഷ്ഠിക്കും എന്നാണ് പാവക്കൊതുകിന്റെ ഒരു ചിന്ത. പാവക്കൊതുക് ഉസ്മാന്റെ ഒരു വിചാരവും വിശ്വാസവും അത് തന്നെയാണ്. ഞാന് വിശ്വാസിയല്ലായിരുന്നു, ദൈവവിശ്വാസിയല്ലായിരുന്നു ആദ്യ കാലങ്ങളിൽ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ പഠിച്ചത്, ഞാൻ നോക്കുന്നതൊക്കെ ദൈവം എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് ദൈവവിശ്വാസികൾ നടന്നേ. ഇതിന്റെ ഉള്ളിൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക, ആൾക്കാരുടെ പോക്കറ്റ് ഇടിക്കുക, വിശ്വാസവഞ്ചന നടത്തിക്കൊണ്ട് ആൾക്കാരെ കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരാണ് ദൈവവിശ്വാസികൾ. എന്റെ ഇപ്പോഴും അതിനാണ് അഭിപ്രായം. ദൈവവിശ്വാസികൾ എന്ന് പറയുന്നത് കൊള്ളക്കാരെ, മനസാക്ഷിയൊക്കെ മരവിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ ആവാഹിച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ പറ്റിക്കുക, അവരുടെ പോക്കറ്റ് കൊള്ളടിക്കുന്ന കൊള്ളക്കാരാണ് ഈ മതക്കാർ. ഞാനൊരു മതക്കാരല്ല, ഞാനൊരു മുസ്ലിം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദാസ്യവൃത്തിയിലാണ് എന്റെ ശരീരം. അപ്പൊ ഞാനും എന്റെ മനസ്സുകൊണ്ടും കൂടെ ദൈവത്തിന്റെ ദാസ്യവൃത്തിയിലാണ്. എന്റെ ശരീരം ആരാധനയിലാണ്. അങ്ങനെയുള്ള ചിന്ത, അങ്ങനെയുള്ള ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു അറിവ്, വിവേകം അങ്ങനെ വന്നപ്പോ ഞാൻ ദൈവവിശ്വാസി. അല്ലാതെ അതിനു മുമ്പ് ഞാൻ ദൈവവിശ്വാസിയായിരുന്നു. ഞാൻ ദൈവവിശ്വാസി ആയത് വിശ്വാസ മേഖലയിലേക്ക് വന്നത് ഏകദേശം ഒരു 20 വർഷമായിട്ടില്ല. ഒരു ചിന്ത തുടങ്ങിയിട്ട് ഒരു 20 വർഷം. പിന്നെ യഥാർത്ഥത്തില് വിശ്വാസം ബോധ്യപ്പെട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, പ്രഖ്യാപിക്കണമല്ലോ. മുഖത്തോടു കൂടി മുഖ്യധാരയിൽ പ്രഖ്യാപിച്ചത് ഒരു 18 വർഷം. ദൈവം മാത്രമാണ് മഹാൻ, ദൈവമല്ലാതെ ഒരിതര അപരന്മാരെ മഹത്വം ഇല്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചാണ്. ദിവ്യ വെളിപാട് ഞാൻ സ്വീകരിക്കുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ദിവ്യ വെളിപാടുള്ള ദൂതനെ ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ച റിസാലത്തുകൾ, നടപടി ക്രമീകരണ വ്യവസ്ഥകളെല്ലാം, ശീലങ്ങളെല്ലാം ഞാൻ സത്യപ്പെടുത്തുന്നു. അത് ഞാൻ സ്വീകരിച്ച് ജീവിക്കാമെന്നും ദൈവത്തോട് കരാറാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചാണ് സമൂഹത്തോട്. പിന്നെ എന്നെ ഇപ്പോ നിങ്ങളിപ്പോ കൂട്ടിയില്ല, പള്ളിക്കെത്തില്ല, എനിക്ക് പ്രശ്നമില്ല. ആരും എന്നെ ചേർത്തില്ലേലും എന്നെ സ്വീകരിക്കാൻ ദൈവമുണ്ട്. അപ്പൊ എനിക്ക് എന്തിനാണ് ദൈവത്തെ പോലും ഞാൻ ഭയക്കുന്നില്ല. കാരണം ഞാൻ അത്രമാത്രം തെമ്മാടിയാണ്. ഞാൻ എന്നെ ഭയക്കുന്നു, എന്നെ ശിക്ഷിക്കും. എന്നെ ഒരു നാള് ശിക്ഷയെല്ലാം കഴിഞ്ഞ് പർദീസയിലാകും. പ്രായശ്ചിത്തം ദൈവത്തിന് മാത്രമാണ് പ്രായശ്ചിത്തം സ്വീകരിക്കാനുള്ള അർഹതകൾ. അപ്പൊ പ്രായശ്ചിത്തം സ്വീകരിക്കുന്ന ദൈവം എന്നെ പരിശുദ്ധനാക്കും. അന്നൊരു നാളെ വിചാരണ ശേഷം എന്നെ പർദീസയിലാക്കും. എന്നെ കുറിച്ച് കരുതി ആരും ഭയക്കേണ്ടതില്ല, എന്നെ കുറിച്ച് കരുതി ആരും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, എന്നെ കുറിച്ച് കരുതിയാലും വിഷമിക്കേണ്ടത് കാര്യമില്ല. ഞാൻ ആരെക്കുറിച്ചും വിഷമിക്കുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് മാത്രം വിഷമിക്കുന്ന ഒരാളാണ്. മനസ്സിലല്ലേ? എന്നെ ഇപ്പോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നരകത്തിലാക്കിയാലും നരകത്തിലാകില്ല. തീർച്ചയായിട്ടും എന്നെ ദൈവം നരകത്തിലാക്കുമെന്ന് ഉറപ്പാണ്. എന്നെ സൃഷ്ടിച്ച കർത്താവായ ദൈവം എന്നെ നരകത്തിലേ ആക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാനിവിടെ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. ഒരു നാൾ ഒരു ദിവസം എന്നെ തൃപ്തി ആയിട്ട് എന്നെ പരിശുദ്ധനാക്കിയിട്ട് പർദീസയിലാക്കുന്നുള്ള ഒരു പ്രതീക്ഷ, അപ്പോഴും എനിക്ക് സമാധാനമാണ്. അപ്പൊ ഞാൻ സമാധാനത്തിലാണ്, ശാന്തിയിലാണ്. ദൈവമാണ് സമാധാനം, ദൈവത്തിലാണ് ഞാൻ. എന്റെ ജീവൻ ജീവിക്കണമെങ്കിൽ ദൈവത്തിലേ പറ്റുള്ളൂ. ദൈവത്തിലാണ് ഞാൻ, സലാമത്തിലാണ് ഞാൻ. എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം മാത്രം, എന്റെ പ്രശ്നമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കെന്ന് പറയുമ്പോ എന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒരാളോട് പറയാം. എനിക്ക് അതിനുള്ള അറിവുകളുള്ളത് ഒരാളോട് പറയാം. സ്വീകരിക്കുക എന്നുള്ളത് അയാളുടെ ഇഷ്ടമുള്ളത്. ഞാനിപ്പോ ആരോട് സംസാരിക്കും? കുട്ടികളോട് സംസാരിക്കും, ആനന്ദക്കുട്ടനോട് സംസാരിക്കും. എന്റെ എതിർകക്ഷിയായിട്ടുള്ള ഒരാളോട് എന്റെ ആശയങ്ങൾ എനിക്ക് പ്രതിഭയോടുകൂടി പറയാനുള്ള പ്രാപ്തി പടച്ചവൻ പടക്കുന്നുണ്ട്. അതുകൊണ്ട് പടച്ചവൻ ആ സമയത്ത് എനിക്ക് ബുദ്ധിയെ പടക്കുന്നു. ഓരോ നിമിഷവും ബുദ്ധിയെ പടക്കുന്നു. പടച്ചവൻ മഹാനാണ്. ആ മഹാനായ പടച്ചവൻ എനിക്ക് ബുദ്ധിയെ പടക്കുന്നുണ്ട്. ഞാൻ കിതാബ് പഠിച്ചിട്ടില്ല, വേദങ്ങൾ പഠിച്ചിട്ടില്ല, മന്ത്രങ്ങൾ പഠിച്ചിട്ടില്ല, ശ്രുതികൾ പഠിച്ചിട്ടില്ല. പടച്ചവൻ ആ സമയത്ത് എന്നെ ബുദ്ധിയിലാക്കുന്നുണ്ട്.
എന്റെ ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിച്ചിട്ട് ആ സമയത്ത് എനിക്ക് അവരോട് പറയാനുള്ള ഒരു അവസ്ഥയിലാക്കുന്നുണ്ട് ദൈവം. ആ ദൈവം മഹാനാണ്, മറ്റാരും മഹാനല്ല. അതെന്റെ ധ്യാനമാണ്, അതെന്റെ പ്രാർത്ഥനയാണ്, അത് മാത്രമാണ് എന്റെ അറിവ്. വേറെ അറിവൊന്നും കാര്യത്തില്ല എനിക്ക്. ഞാനിപ്പോ മതത്തിലല്ല, ഞാൻ മതക്കാരനല്ല. ദൈവത്തെ ഗ്രഹിച്ച്, ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ ഭജിച്ച് എനിക്ക് സമാധാനം ഗുണമായിട്ട് അനുഭവിപ്പിക്കുന്നു. ആര്? ദൈവം. സമാധാനം, ശാന്തി. ദൈവം ശാന്തിയാണ്, സമാധാനമാണ്. അതെനിക്ക് മനസ്സിലായി. സലാമത്താണത്. അസ്സലാം അലൈക്കും, അസ്സലാം അലൈക്കും. അതാണ് എന്റെ ധ്യാനം. അത് ഗ്രഹിക്കുന്നവരാണ് പറഞ്ഞു. പർദീസയെ പഠിച്ച, നരകത്തെ പഠിച്ച, എന്നെ പഠിച്ച, ഈ പ്രകൃതിയെ പഠിച്ച, ഈ ഭൗതികതയെ പഠിച്ച പഠിച്ചത് മഹേശ്വരൻ. ആ മഹേശ്വരൻ മാത്രമാണ് മഹിമ. എനിക്കപ്പോ ആരെയും ഇയർത്തേണ്ട കാര്യം, നിന്ദിക്കേണ്ട കാര്യം, നിശ്ചിക്കേണ്ട കാര്യമില്ല. എന്നെന്ത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇതൊരു ധ്യാനമാണ്. അറബിയിൽ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ആരാധന. അത് പ്രവർത്തിക്കാൻ പറ്റും. ഞാനത് പ്രവർത്തിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതെന്റെ പ്രവർത്തികളുണ്ട്. അപ്പൊ എനിക്ക് സമാധാനമുണ്ട്, സമാധാനത്തിൽ ആക്കുന്നുണ്ട്, സമാധാനമാകുന്നുണ്ട് ദൈവം. മനസ്സിലായില്ലേ? അത്രയല്ലേ കേസുണ്ട്. ഓരോ ദിവസവും സമൂഹത്തിൽ മതങ്ങൾ പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാർഗദർശനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മതങ്ങളായിക്കൊണ്ട് ഭിന്നിക്കുന്നു. ഏറ്റവും കൂടുതൽ മതങ്ങൾ ഉണ്ടാകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ദിനേനോളം പുതിയ മതങ്ങൾ ഉത്ഭവിച്ചുകൊണ്ട് പുതിയ മതങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതാണ് മതം, ഇസ്ലാം മതം. ഞാൻ ഇസ്ലാം മതക്കാരനല്ല. എനിക്ക് അവരോട് വൈരാഗ്യമില്ല. പുതിയ മതങ്ങൾ വന്നിരിക്കുകയാണ്. ഓരോ മുജാഹിദ് മതം ഒരു മതമുണ്ടായി, ഉമർ മൗലവി ഉണ്ടാക്കിയൊരു മതം. അതുപോലെ 8, 10, 12, 16 പൊട്ടിത്തെറിച്ച് ഇന്നും പുതിയ മതങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ചെന്ന് നോക്കിയാൽ മതി. ഓരോരുത്തരും ഓരോരോ മതങ്ങൾ ഉണ്ടാക്കിയാണ്, ഓരോരോ മഹത്വങ്ങൾ ഉണ്ടാക്കിയാണ്. മറ്റു മതങ്ങളെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇസ്ലാം മതം അവസാനമായ മതമാണ്. പല മതങ്ങളുണ്ടാകട്ടെ, മതങ്ങൾ വളരട്ടെ, മാർഗം ഉപേക്ഷിക്കട്ടെ, ദൈവനീതി ഇല്ലായ്മയിലാക്കുക, മതങ്ങൾ വളരട്ടെ. അത് പൈശാചികതയാണല്ലോ. അതുകൊണ്ടാണല്ലോ ആർക്കും തമ്മിൽ കണ്ടുകൂടായ്മ, കേട്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ. മതങ്ങൾ വളരട്ടെ, വർഗീയത വളരട്ടെ, വംശീയത വളരട്ടെ. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിശാച് എന്നുണ്ടോ അന്നുവരെ ഇത് മതങ്ങളായിക്കൊണ്ട് വളർന്ന് തമ്മിലടിച്ച് തലകീറി ചിന്നിച്ച് അസ്തമിക്കും. ആര്? പിശാച്. അപ്പൊ ആ പിശാചാകുന്ന മനുഷ്യന് അസ്തമിക്കും. പൈശാചിക ദുർഗുണൊരു ഗുണമില്ല. പൈശാചിക ദുർഗുണം മാറ്റണം. അപ്പൊ ദീനിലാകണം, മാർഗദർശനത്തിലാകണം, രുചിവായ മാർഗം സ്വീകരിക്കണം. അതിന് കഷ്ടപ്പാടുകളാണ്. ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. ദൈവത്തെ മറന്നു പോകുമല്ലോ. ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഭയങ്കര പണിയാണ്. ദൈവത്തെ മറന്നുകൊണ്ടുള്ള പരിശീലനത്തിലാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. ഏതെല്ലാം മതങ്ങളാണ്? പുതിയ മതങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് പുതിയ മതങ്ങൾ വരുന്നത്. ഏതെല്ലാം മതങ്ങളാണ്? ഷാഫി മതം, അനഫി മതം, അംബലി മതം, മാലിക് മതം, മുജാഹിദ് മതം, സമസ്ത മതം, ഈക്ക മതം, എപി മതം, ബറോൾബി മതം. എന്തെല്ലാം മതങ്ങളാണ്? കോടിക്കണക്കിന് മതങ്ങളാണ്. 10 പേര് കൂടിക്കഴിഞ്ഞാൽ ഒരു മതമായി തീർന്നത്, 5 പേര് കൂടിക്കഴിഞ്ഞാൽ ഒരു മതമായി, ഒരു തരീഖത്തായി തീർന്നത്. ഓരോരോ തരീഖത്തുകൾ, ഓരോരോ ശൈഖന്മാര്. എന്താണല്ലേ? ശൈഖാരാണ്? മുഹമ്മദ് അല്ലേ? മുഹമ്മദ് നബി അല്ലേ? മദ്ഹബാരാണ്? മുഹമ്മദ് അല്ലേ? മുഹമ്മദ് മദ്ഹബല്ലേ? മുഹമ്മദ് മദ്ഹബായിട്ട് ചെയ്യണമല്ലോ. അതിന് മുമ്പുള്ള മദ്ഹബ് നമ്മൾ വിശ്വസിക്കുന്ന നിർബന്ധമാണല്ലോ. അതിന് മുമ്പുണ്ടായിരുന്നു മദ്ഹബ്, ഈസാ മദ്ഹബ്, മൂസാ മദ്ഹബ്, അതെല്ലാം സ്വീകരിക്കണല്ലോ. റിസാലത്ത് സ്വീകരിക്കുന്നത് പ്രതിജ്ഞയാണല്ലോ, കരാറിലാണല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹ്, ഈസാ റസൂലുള്ള, മൂസാ റസൂലുള്ള, അത് വിശ്വസിക്കുന്ന നിർബന്ധമാണ്. ഇത് സ്വീകരിക്കണം, പ്രവൃത്തിയിൽ സ്വീകരിക്കണം മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത്. പിന്നെ തരീഖത്ത് ഏതാണ്? തരീഖത്തുള്ള, അല്ലാതെ വേറെ തരീഖത്ത് സ്വീകരിച്ചിട്ട് കാര്യമില്ലല്ലോ.
വേറെ ആരുടെ തരീക്കത്തും സ്വീകരിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ സ്വീകരിക്കണം. അതാണ് ദീന്. തരീക്കത്തുള്ള മദ്ഹബ് മുഹമ്മദ്, അതാണ് ദീന്. അല്ലാതെ നിങ്ങൾ പറയുന്നത് മതമല്ല, ബോധമല്ല.